In this video, we are going to discuss about the CMOS power dissipation. The power dissipation is one of the most important characteristics in a physical design because in this technology or in this era, we are going for advanced technology to scale down the feature size of an integrated circuit into nanometer scale. In reducing the feature size to nanometer scale, one of the most important challenging tasks for a chip designer is in considering with the power dissipation. So basically, we can divide the power consumption or power dissipation into static and dynamic. So the static power consumption is it actually occurs when it doesn't have any kind of switching activity. That is, നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട് ഹൈന്ന് ലോയിലേക്ക് സ്വിച്ച് ചെയ്യാം അല്ലെങ്കിൽ ലോയിന്ന് ഹൈയിലേക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനത്തെ കേസിലാണ് നമ്മൾ അവിടെ സ്വിച്ചിങ് ആക്ടിവിറ്റി നടക്കുന്നത്. അതല്ലാതെ കൺസിഡർ എ കേസ് വെൻ സിമോസ് ഇസ് ഓൺ, അതായത് പിമോസ് ഓൺ ആണ്, ഓഫ് ആണ്, നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് 0 ആണ്, അതിന് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ഹൈ ആണ്, നമുക്ക് ആ സമയത്ത് എൻമോസ് ഓൺ ആണ്, പിമോസ് ഓഫ് ആണ്, നമ്മൾ അതിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നില്ല. ആ സമയത്ത് എന്തില്ല, നമുക്ക് അവിടെ സ്വിച്ചിങ് ആക്ടിവിറ്റീസ് വരുന്നില്ല. ആൻഡ് ആ സമയത്തുള്ള പവർ ഡിസിപ്പേഷൻ അല്ലെങ്കിൽ പവർ കൺസപ്ഷൻ ആണ് സ്റ്റാറ്റിക് പവർ കൺസപ്ഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ലീക്കേജ് കറന്റ് ഡ്രോൺ ഫ്രം ദി സപ്ലൈ. ആൻഡ് dynamic power consumption, it is occur during the switching activities. സ്വിച്ചിങ് ആക്ടിവിറ്റീസിലാണ് ഡൈനാമിക് പവർ കൺസപ്ഷൻ വരുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റിക് പവറും അതേപോലെ തന്നെ ഡൈനാമിക് പവറും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് ഡ്യൂ ടു ലീക്കേജ് കറന്റ്, സബ് ത്രെഷോൾഡ് കറന്റ്, ടണലിംഗ് കറന്റ്, റിവേഴ്സ് ബയസ് ഡയഡ് ലീക്കേജ് കറന്റ്. അതേപോലെ തന്നെ ഡൈനാമിക് പവർ കൺസപ്ഷൻ ഡ്യൂ ടു ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്, or it's also called as switching power dissipation of the capacitor, as well as short circuit power dissipation. One more thing is the കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വരുന്ന വേറൊരു ടേമാണ് ഗ്ലിച്ചിങ് പവർ ഡെസിപ്പേഷൻ. അങ്ങനെ 3 എണ്ണം വരും ഡൈനാമിക് പവർ കൺസപ്ഷൻ്റെ അണ്ടറിലായിട്ട്. സോ ഇപ്പോൾ ടോട്ടൽ പവർ ഡെസിപ്പേഷൻ അല്ലെങ്കിൽ ടോട്ടൽ പവർ ഡെസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ സം ഓഫ് സ്റ്റാറ്റിക് ആസ് വെൽ ആസ് ദി ഡൈനാമിക് പവർ കൺസപ്ഷൻ. സോ നമ്മൾ സിമോസിന്റെ സ്റ്റാറ്റിക് പവർ കൺസപ്ഷൻ നോക്കുകയാണെങ്കിൽ, ഇൻ സ്റ്റാറ്റിക് കണ്ടീഷൻ ദ സിമോസ് ഇസ് ഇൻ ഈദർ ഓൺ ഓർ ഓഫ്. ദേ ആർ നോട്ട് സ്വിച്ചിങ് ഫ്രം വൺ ടു അനദർ. സോ ഇത് നമ്മുടെ ബേസിക് സിമോസിന്റെ ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ദി ബേസിക് ഡയഗ്രാം ഓഫ് എ സിമോസ്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കാം, ഇൻ ലെവൽ 0 ദ പിമോസ് ഇസ് ഓൺ, എൻമോസ് ഇസ് ഓഫ്, ഔട്ട്പുട്ട് ഇസ് ലോജിക് 1. ഇതാണ് ഐഡിയൽ സ്റ്റേറ്റിൽ നടക്കുന്നത്. ബട്ട് ആ സമയത്ത് ദ സ്റ്റാറ്റിക് പവർ ഇസ് ഡിഫൈൻഡ് ആസ് ദ പവർ കൺസപ്ഷൻ ഡ്യൂ ടു ദി കോൺസ്റ്റന്റ് കറന്റ് ഫ്രം VDD ടു ഗ്രൗണ്ട് ഇൻ ആബ്സെൻസ് ഓഫ് സ്വിച്ചിങ് ആക്ടിവിറ്റി. ഐഡിയൽ കേസിൽ നമുക്ക് സ്റ്റാറ്റിക് പവർ കൺസപ്ഷൻ ഉണ്ടാകുന്നത് 0 എന്ന് പറയാം. ബട്ട് ഇൻ പ്രാക്ടിക്കൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അവിടെ ഒരു ലീക്കേജ് കറന്റിന്റെ എഫക്റ്റ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, ഇങ്ങനത്തെ ഒരു പവർ കൺസപ്ഷൻ അവിടെ വരുന്നത്. ദ സ്റ്റാറ്റിക് പവർ ഡെസിപ്പേഷൻ ഇസ് നോട്ട് റിലേറ്റഡ് ടു ക്ലോക്ക് ഫ്രീക്വൻസി ഓർ സ്വിച്ചിങ് ആക്ടിവിറ്റീസ്. ഇറ്റ് occurs when both NMOS and PMOS are operating in a coexistent mode of operation. So I hope നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റിക് പവർ ഡെസിപ്പേഷൻ എന്താണെന്നും അതെങ്ങനെ വരുന്നു എന്നാണ്. നെക്സ്റ്റ് ഇസ് ദി റീസൺ ഫോർ സ്റ്റാറ്റിക് പവർ കൺസപ്ഷൻ. 3 reasons ആണ് കൊടുത്തിരിക്കുന്നത്. ദ റിഡക്ഷൻ ഇൻ ദി ട്രാൻസിസ്റ്റർ ചാനൽ ലെങ്ത്, റിഡ്യൂസ്ഡ് ഗേറ്റ് ഓക്സൈഡ് തിക്നെസ്, റിവേഴ്സ് ബയസ് ഡയോഡ് ലീക്കേജ് കറന്റ്. മെയിൻലി ലീക്കേജ് കറന്റ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് സ്റ്റാറ്റിക് പവർ കൺസപ്ഷൻ വരുന്നത്. അതേപോലെ തന്നെ ചാനൽ ലെങ്ത് നമുക്ക് അറിയാം, ഒരു മോസ്ഫെറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ചാനൽ ഉണ്ടാവും. ഈ ചാനലിന്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് പവർ കൺസപ്ഷൻ വരാം സ്റ്റാറ്റിക് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ റിവേഴ്സ് ബയസ് ഡയോഡ് ലീക്കേജ് കറന്റ്. സോ അതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ദി സോഴ്സസ് ഓഫ് ലീക്കേജ് കറന്റ്. There are 6 short channel mechanism causes static power dissipation. These are the 6 one: reverse bias P injection, subthreshold, gate oxide leakage, gate induced drain leakage, channel punch through tunneling, gate current due to hot carrier injection. So among this,
1, 2, 4, 5 are off stage leakage. That is, it happens during the off state. And the third one happens during the both on state and off state of an inverter. And the sixth one can occur in off state, but more typically due to the high electric field during the active mode of operation. So നമുക്കിനി ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ദി PN junction reverse leakage, reverse bias leakage current. That is, നമുക്ക് ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നോക്കാം നമുക്ക്. ഇവിടെ അതിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം നിങ്ങൾ സിമോസിന്റെ സെക്കൻഡ് മൊഡ്യൂൾ, ദാറ്റ് സെക്കൻഡ് മൊഡ്യൂൾ ലാസ്റ്റ് നമ്മൾ സിമോസ് ഫാബ്രിക്കേഷൻ ചെയ്യുന്നുണ്ട്. സോ ആ സമയത്ത് ഫൈനലി കിട്ടുന്ന ഡയഗ്രാം ആണത്. ആൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വെൻ ഡ്രെയിൻ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അറ്റ് PMOS ആൻഡ് ദെൻ 2 ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. അപ്പൊ ആ സമയത്ത് വിച്ച് ഇൻ ടേൺ കോസസ് ദി NP+ സബ്സ്ട്രേറ്റ്, NP+ സബ്സ്ട്രേറ്റിലുള്ള ഡയോഡ് എന്ത് സംഭവിക്കുന്നു ആ സമയത്ത്? It will become reverse bias. This reverse bias condition will establish a path between PMOS and NMOS and causes a constant current path. അതായത് ഇവിടുത്തെ റിവേഴ്സ് ബയസ് കാരണം എന്ത് സംഭവിക്കുന്നു? ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് പാത്ത് ഉണ്ടാവുന്നുണ്ട്. ആ കറണ്ട് പാത്ത് കാരണമാണ് ഇവിടെ ഉണ്ടാവുന്നത് എന്തുണ്ടാവുന്നത്? ലീക്കേജ് കറണ്ട് വരുന്നത്. സോ ഇറ്റ് ഇൻക്രീസസ് വിത്ത് സ്കെയിലിംഗ് സിൻസ് ദ ഡോപ്പിംഗ് ലെവൽസ് ആർ വെരി ഹൈ. സോ ഇവിടുത്തെ റിവേഴ്സ് ബയാസിലെ വോൾട്ടേജ് അനുസരിച്ചിട്ടാണ് ഇത് സംഭവിക്കുക. ഇപ്പൊ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ പറ്റും ആസ് ഡോപ്പിംഗ് ഇൻക്രീസസ്. സോ അതാണ് PN junction reverse bias leakage current. Next is the subthreshold leakage current. And so subthreshold leakage current or weak inversion conduction current between source and drain happens when the gate voltage is less than the threshold voltage. Then it will result a current flow between the drain and source, and this will result the power dissipation. So ഇവിടെ നമ്മൾ ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ് ത്രഷോൾഡ് ലീക്കേജ് കറണ്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ത്രഷോൾഡ് വോൾട്ടേജ്. സോ നമ്മൾ ഇവിടുത്തെ ത്രഷോൾഡ് വോൾട്ടേജ് കുറയുമ്പോഴാണ് ഇവിടുത്തെ സബ് ത്രഷോൾഡ് ലീക്കേജ് കറണ്ട് ഉണ്ടാവുന്നത്. സോ അപ്പോൾ നമ്മൾ ഇതിൽ ഹയർ ആണ് VT കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എക്സ്പോണൻഷ്യലി ഇത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ദ സബ് ത്രഷോൾഡ് ലീക്കേജ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടർ ടു ദ സ്റ്റാറ്റിക് പവർ in CMOS. Next is the gate oxide leakage or oxide tunneling. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ that is, it occurs when there is a heavy doping due to the downscaling of gate oxide thickness. ഇവിടെ നമ്മൾ ഗേറ്റ് ഓക്സൈഡ് തിക്നെസ് നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, we have reached the point where the TOX, that is the gate oxide thickness, is so smooth the direct tunneling occur. That is, gate oxide thickness കുറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റും ചാനലിന്റെ എവിടെയായിട്ട് ഒരു ഡയറക്റ്റ് ടണലിംഗ് വരുന്നുണ്ട്. അപ്പോൾ ദ ഫീൽഡ് അക്രോസ് ദ ഡയോഡ് വിൽ ഇൻക്രീസസ് as a result, and what will happen is it will reduce the width of energy barrier that separate the gate from channel, thus make it easier for the electron to tunnel through the oxide layer. This will result the electron tunneling from gate to substrate as well as from the substrate to gate. So gate ന്റെ thickness കുറയുന്ന അനുസരിച്ചാണ് ഇത് നടക്കുന്നത്. NMOS leakage is around 10 to 3 times the PMOS leakage. So electron leakage ആണ് കൂടുതലായിട്ട് വരുന്നത്. Next is the gate induced drain leakage mechanism. It happens when the electric field is higher. When gate biased to cause an accumulation layer to form the silicon surface under the gate has same potential as P substrate. So this accumulated holes act like P region, more heavily doped than the substrate. അപ്പൊ ഈ കേസിൽ നമ്മൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിന്റെ തിക്നെസ്, അതായത് ഇവിടുത്തെ തിക്നെസ് കുറയുന്നുണ്ട്. അതായത് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയർ
നാരോ ആവുന്നതനുസരിച്ചിട്ട് അവിടുത്തെ ഫീൽഡ് കോസസ് ദ ഫീൽഡ് ടു ബി ഗെറ്റിംഗ് ക്രൗഡഡ്. ഈ ഫീൽഡ് ക്രൗഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടുത്തെ പീക്ക് എന്ത് ചെയ്യുന്നതാണ്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് വിൽ റിസൾട്ട് ഇൻ ദി ബാൻഡ് ടു ബാൻഡ് ടണലിംഗ്. The thinner oxide, lightly doped drain and higher VDD. This will increases the gate-induced drain leakage current, which in turn result in the static power dissipation. Next is the channel punch-through tunneling. As the technology is developing, the ICs are scaling down and the channel length is getting reduced. In short channel devices, due to the drain source proximity, the depletion region at the drain substrate as well as the substrate to source extend into the channel. The depletion boundary decreases with the channel reduction. So what will happen is the channel is getting reduced. The channel size is getting reduced. The reverse bias increases with the increase in the VDS. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മളിപ്പോൾ വി ഡി എസിന്റെ വാല്യൂ, ദ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ റിവേഴ്സ് ബയസ് കൂടുന്നുണ്ട്. ഈ റിവേഴ്സ് ബയസ് കൂടുമ്പോൾ ഈ ചാനലിന്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യുവാണ്. ദിസ് റിസൾട്ട് ഇൻ പുഷിംഗ് ദ ബൗണ്ടറി ഫ്രം ദ ജംഗ്ഷൻ. ജംഗ്ഷനിൽ നിന്ന് ബൗണ്ടറി എന്ത് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുകയാണ്. ഫൈനലി അതൊരു പോയിന്റിൽ റീച്ച് ചെയ്യും, അതായത് എക്സാക്ട്ലി ടച്ച് ചെയ്യുന്ന പോയിന്റ്. ദ കോമ്പിനേഷൻ ഓഫ് ചാനൽ ലെങ്ത് ആൻഡ് ദ റിവേഴ്സ് ബയസ് കോസസ് ദ ഡിപ്ലീഷൻ റീജിയൻ ടു merge. അതായത് രണ്ട് ഇതും കൂടി എന്ത് ചെയ്യും, merge ചെയ്യും. merge ചെയ്യുന്ന അതിന് ആ ഫിനോമിനയാണ് എന്ത് പറയുന്നത്, പഞ്ച് ത്രൂ. The drain voltage beyond the punch through lowers the potential barrier for the majority carriers. This results in the sub-threshold current. So, channel punch through tunneling എന്ന് പറയുന്നത് എന്താ കാരണമാക്കുന്നത്, ഇതിന്റെ എഫക്റ്റ് കാരണം നമുക്ക് എന്ത് ചെയ്യാം, എന്താ സംഭവിക്കുന്നത്, ആക്ച്വലി ഇറ്റ് വിൽ ഇൻക്രീസ് ദ sub-threshold leakage. So, ഇവിടെ എഴുതിയിട്ടുണ്ട് the VPT, that is the punch through voltage which is proportional to NB into L minus WJ, where L is the channel length and the junction width. So നമ്മളപ്പോൾ ഇവിടുത്തെ VDS ഇൻക്രീസ് ചെയ്യുന്ന വെച്ച് റിവേഴ്സ് ബയസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇൻ ടേൺ എന്താ ചെയ്യുന്നത്, ചാനൽ ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നു, അത് ബൗണ്ടറീസിനെ തമ്മിൽ പുഷ് ചെയ്യുന്നു. ഫൈനലി ഈ ഡിപ്ലീഷൻ റീജിയൻസ് merge ചെയ്യുന്നു. ആ ഫിനോമിനയാണ് പഞ്ച് ത്രൂ. സോ പഞ്ച് ത്രൂവിന് ബിയോണ്ട് ആയിട്ട് നമ്മൾ വോൾട്ടേജ്, ഡ്രെയിൻ വോൾട്ടേജ് ബിയോണ്ട് ആയിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ലോവേഴ്സ് ദ പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് മെജോറിറ്റി കാരിയർ, which in turn causes the subthreshold leakage current to getting increased. അതാണ് what channel punch through വരുന്നത്. Next is the gate current due to hot carrier injection. Due to the high electric field near the SI or SiO2 interface, that is നമ്മളുടെ ഓക്സൈഡിലുള്ളത്, ഇലക്ട്രോൺ ഓർ ഹോൾ ക്യാൻ ഗെയിൻ സഫിഷ്യൻറ്റ് എനർജി ടു ക്രോസ് ദ പൊട്ടൻഷ്യൽ ബാരിയർ. അതായത് നമ്മളൊരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഓക്സൈഡ് ലെയർ അപ്ലൈ ആണെങ്കിൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോൾ, അപ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ദേ വിൽ ഗെയിൻ എനർജി ടു ക്രോസ് ദ പൊട്ടൻഷ്യൽ ബാരിയർ. അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് പൊട്ടൻഷ്യൽ ബാരിയറിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ദീസ് കാരിയർ എൻ്റർ ഇൻ ടു ദി ഓക്സൈഡ് ലെയർ ആൻഡ് ദീസ് ഹോട്ട് കാരിയേഴ്സ്, അതായത് സഫിഷ്യൻ്റ് ആയിട്ട് എനർജി കിട്ടിയ ഈ കാരിയേഴ്സ് ഓക്സൈഡ് ലെയറിനെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ദീസ് ഹോട്ട് കാരിയേഴ്സ് ക്രിയേറ്റ് എ ലീക്കേജ് കറണ്ട്. Instead of flowing through the channel region, they will create a leakage current. It affects the subthreshold value and also it will changes the switching threshold. So ഇങ്ങനെ എന്താ പറയുക, ഹൈ ഇലക്ട്രിക് ഫീൽഡ് കാരണം നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, ഈ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നുണ്ട് എനർജീസ്. അവരെന്താ പറയുന്നത്, ഹോട്ട് ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സൈഡ് ലെയറിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിനാണ് എന്ത് പറയുന്നത്, hot carrier injection. So a leakage current or a gate current is induced or produced due to this hot carrier injection. Next is the static power dissipation. നമ്മളിപ്പോൾ 6 sources of static power dissipation പറഞ്ഞു. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ചിങ് ആക്ടിവിറ്റീസ് വരുന്നില്ല. സോ it is given by Psat is equal to VDD into IDSAT. IDSAT is the sum of all leakage current contributors of the static power consumption. IDSAT എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, subthreshold current plus reverse bias diode leakage current plus tunneling current plus other leakage current. അതിൻ്റെ ഒരു സം ആണ് എന്തെന്ന് പറയാൻ പറ്റും നമുക്ക്,
ഈ സ്റ്റാറ്റിക് പവർ ഡെസിപ്പേഷൻ എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ദി ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ. ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്വിച്ചിങ് കാരണമാണ് ഡൈനാമിക് പവർ വരുന്നത്. ദ ഡൈനാമിക് പവർ ഇസ് ദി എനർജി കൺസ്യൂം ഡ്യൂറിങ് ദി സ്വിച്ചിങ് ഓർ ഓൺ ദി ലോജിക് ട്രാൻസിഷൻ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സ്വിച്ചിങ് പവർ, ഇപ്പൊ ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ നമുക്ക് സ്വിച്ചിങ് പവർ ഡെസിപ്പേഷൻ ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട് പവർ ഡെസിപ്പേഷൻ ഉണ്ട്, ഗ്ലിച്ചിങ് പവർ ഡെസിപ്പേഷൻ വേറൊരു ഇതാണ്, ഒരു സോഴ്സ് ആണ് അതിന്റെ. അപ്പൊ അതിനെപ്പറ്റി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല നമ്മൾ. സ്വിച്ചിങ് പവർ ഡിസിപ്പേഷൻ ഇസ് ഡ്യൂ ടു ദി ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ദി എക്സ്റ്റേണൽ കപ്പാസിറ്റീവ് ലോഡ് ഓൺ ദി ഔട്ട്പുട്ട്. അതായത് കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും കാരണമാണ് അവിടെ ഒരു സ്വിച്ചിങ് പവർ ഉണ്ടാകുന്നത്. ഇന്റേണൽ പവർ അല്ലെങ്കിൽ ട്രാൻസിയന്റ് പവർ റിസൾട്ട്സ് ഫ്രം ദി ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഫ്ലോ ത്രൂ ദി NMOS ആൻഡ് PMOS സ്റ്റാക്ക് ഡ്യൂറിങ് ലോജിക് ട്രാൻസിഷൻ. അതായത് ഒരു പർട്ടിക്കുലർ റീജിയനിൽ ഇത് രണ്ടും എന്താവുന്നുണ്ട്, ഓൺ ആവുന്നുണ്ട്, NMOSും PMOSും. ആ സമയത്ത് ഉണ്ടാവുന്ന ഡിസിപ്പേഷൻ ആണ് ഷോർട്ട് സർക്യൂട്ട് പവർ ഡിസിപ്പേഷൻ. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഒരു നമ്മൾ DC ക്യാരയിൽ നമ്മൾ പറഞ്ഞു രണ്ട് മോസ്ഫെറ്റും ഓൺ ആവുന്ന ഒരു പർട്ടിക്കുലർ റീജിയൻ ഉണ്ടെന്ന്. സോ ആ ഡെറിവേഷനൊക്കെ നമ്മൾ വരുത്തിയത് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ക്യാരയിൽ ഇൻ ബിറ്റ്വീൻ ഒരു റീജിയൻ BCD അതിൽ രണ്ട് മോസും ഓൺ ആണ്. സോ ആ സമയത്ത് നമുക്ക് ഈ ഒരു ഇത് പറയാം, ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഫ്ലോ വരുന്നതായിട്ട് പറയാം. അപ്പൊ ഇന്റേണൽ പവർ ഈസ് കൺസ്യൂം ഡ്യൂറിങ് ദി ഷോർട്ട് period of time when the input is at intermediate voltage level during which both transistors can be conducting. The short circuit current between the supply rail, that is in between the VDD and ground, is also called as crowbar current. അപ്പോൾ നമ്മൾ ഡൈനാമിക് പവർ കൺസെപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതാണത്. എന്താണ്, ഡ്യൂ ടു ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സംഭവിക്കുന്നതാണത്. അതേപോലെ തന്നെ നമ്മളുടെ ഇൻപുട്ട് VTN ലെസ് ദാൻ ഇൻപുട്ട് ലെസ് ദാൻ VN മൈനസ് VTP. ആ ഒരു കേസിലാണെങ്കിൽ PMOS NMOS ഓൺ ആയിരിക്കും. അപ്പോൾ ഒരു ഡയറക്റ്റ് പാത്ത് VDD ഗ്രൗണ്ടിലേക്ക് ഉണ്ടാവും. അപ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഉണ്ടാകുന്നത്. ഇത് സ്റ്റാറ്റിക് പവർ കൺസെപ്ഷൻ രണ്ടും മെൻഷൻ ചെയ്തേക്കാണ്. ഈ ആദ്യത്തെ ഇതും ഡൈനാമിക് പവർ കൺസെപ്ഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. ഇനി നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഡൈനാമിക് പവർ കൺസെപ്ഷന്റെ പവർ നമ്മൾ മറ്റേത് വെറുതെ VDD ഇൻറ്റു ID എന്ന് പറഞ്ഞു, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു, അതേപോലെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ അതിന്റെ ഒരു ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. ഇനി അതാണ് ഫൈനലായിട്ട് നമുക്ക് വരുന്നത്. സോ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കുറച്ചും കൂടി നന്നായിട്ട് നമ്മുടെ K2 നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം P എന്ന് പറയുന്നത് P ഡൈനാമിക് പ്ലസ് P സ്റ്റാറ്റിക് ആണ്. ശരിക്കും പവർ കൺസെപ്ഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാ, ഓഫ് ആയിരിക്കുമ്പോൾ, അതായത് ഒരു മോസ്ഫെറ്റ് ഒരു ഐഡിയൽ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അവിടെ പവർ ഡെസിപ്പേഷൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അത് പ്രാക്ടിക്കലി എടുക്കുന്നതാണ് നമ്മുടെ സ്റ്റാറ്റിക് പവർ ഡെസിപ്പേഷൻ. അതിന്റെ ഒരു നമുക്കറിയാലോ, ഇവിടെ ഒരെണ്ണം ഓഫ് ഒരെണ്ണം ഓണും, പക്ഷെ ആ സമയത്തും ഒരു ചെറിയ ലീക്കേജ് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെയാണ് സ്റ്റാറ്റിക്. ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുന്നത്, രണ്ടും ഓണാണ്. ആ സമയത്ത് അതിന്റെ പീക്ക് ഹൈ ആവുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ആൻസർ ചെയ്യാം. സോ ഞാൻ രണ്ട് രീതിയിൽ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്, നമ്മുടെ ഡൈനാമിക് പവർ ഡെസിപ്പേഷന്റെ ഡെറിവേഷനിലേക്കാണ്. ടു ഫൈൻഡ് ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ, അതായത് ഞാൻ ഇവിടെ നിന്നാണ്, ഞാനിപ്പോ ഇവിടെ നിന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നത്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ F is equal to 1/T എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് ഈ ഗ്രാഫ് എടുക്കുക, നമ്മൾ ഇൻപുട്ട് ലോയിൽ നിന്ന് ഹൈയിലേക്ക് ആക്കുകയാണ്. ആ സമയത്ത് ഫസ്റ്റ് കപ്പാസിറ്റർ ഇസ് ചാർജിങ് ഈ സർക്യൂട്ട്, നെക്സ്റ്റ് ഡിസ്ചാർജിങ്ങിന്റെ സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ഈ ഡൈനാമിക് പവർ arises from the observation that the complete cycle is effectively creating a path for the current to flow from the power supply to ground. During the charging event, current flow to the Cout, while discharging ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ P ഡൈനാമിക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം അറിയേണ്ടത് Cout ആണ്. ചാർജിങ് ഇവന്റ് ലീവ്സ് ദി Cout വിത്ത് വോൾട്ടേജ് Vout എന്ന് പറഞ്ഞത്. അപ്പൊ അത് ആ സമയത്ത് Vout എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, VDD ആയിട്ടുണ്ടാവും. അപ്പൊ കറസ്പോണ്ടിങ് അവിടുത്തെ ചാർജ് Q is equal to C into VDD ആണ്, CV ആണ്. സോ Cout into VDD ആണ്. അപ്പൊ അങ്ങനെ നോക്കാം. അപ്പൊ ആ സമയത്തുള്ള P ആവറേജ് എന്ന് പറഞ്ഞാൽ V into ID ആണ്. I is equal to Q/T ആണ്. അപ്പൊ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Qന്റെ ഇത് Cout VDD ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ
ഫൈനലി നമുക്ക് കമ്പൈനിങ് ഡി സി ഡൈനാമിക് പവറും സ്റ്റാറ്റിക് പവറും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഇത് സ്റ്റാറ്റിക് ആണ്, ഇത് ഡൈനാമിക് ആണ്. അത് ടി എന്ന് പറയുന്നത് എഫ് ഇൻ ടേംസ് ഓഫ് എഫിൽ എഴുതുക. അപ്പോൾ ദ ഡൈനാമിക് പവർ ഡിസിപ്പേഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദി സിഗ്നൽ ഫ്രീക്വൻസി എന്നുള്ളത് മനസ്സിലാക്കാം. ഇൻ അതർ വേസ് നമുക്ക് എന്ത് പറയാം, ഫാസ്റ്റ് സർക്യൂട്ട് ഡിസിപ്പേറ്റ് മോർ പവർ ദാൻ എ സ്ലോ സർക്യൂട്ട്. അപ്പോൾ ഇക്കാര്യങ്ങളാണ് നമ്മൾ ഈ പവർ ഡെസിപ്പേഷൻ, ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ എന്ന് മനസ്സിലാക്കിയത്. ഈ സെയിം തന്നെയാണ് ഇവിടെ, ഒരു വേറെ രീതിയിൽ ഡിറൈവ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ 0 to 1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ലോയിന്ന് ഹൈയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എനർജി എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് പി ഡി ഇൻറ്റു ഡി ടി എന്ന് പറയാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ വി ഡി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഐ ഡി ഓഫ് ഡി ടി എന്ന് പറയാൻ പറ്റും. ഐ ഡി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കറണ്ടിന് ഐ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ഔട്ട് ബൈ ഡി ടി ആണ്. ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇത് കിട്ടും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മൾ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ടോട്ടൽ എനർജിയാണ് ഇ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ എനർജി ഫുൾ ആയിട്ട് ഒരിക്കലും ഈ കപ്പാസിറ്ററിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പാതി ഇവിടെയും ബാക്കി പാതി നമ്മളുടെ ഇവിടുത്തെ ഒരു റെസിസ്റ്ററിലും, അതായത് ചാർജ് ചെയ്യുന്ന സമയത്തെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ ഡിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ ഹാഫ്, ഇത് ടോട്ടൽ ആണെങ്കിൽ ഇതിന്റെ ഹാഫ് ആയിരിക്കും കപ്പാസിറ്ററിൽ വരുന്നത്, ബാക്കി ഹാഫ് ആയിരിക്കും ആ മേളിൽ ഡിസിപ്പേറ്റ് ആവുന്നത്. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ നമുക്ക് ഈ ഡൈനാമിക് പവർ എന്ന് പറയുന്നത് ആസ് എന്താ പറയാ, ഒരു ഫ്രീക്വൻസിന്റെ ഫംഗ്ഷനിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് ഇങ്ങനെ ഒരു കൺസിഡറേഷൻ എടുക്കാം. അതായത് ടോട്ടൽ ചാർജ് മൂവ് ഫ്രം വി ഡി ഡി ടു ഗ്രൗണ്ട്, വി ഡി ഡിന്ന് ഗ്രൗണ്ടിലേക്ക് മൂവ് ചെയ്യുന്നത് വി ആർ ദ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് സൈക്കിൾ ഇൻ 1 second എന്ന് പറയുന്നത് എഫ് ഇൻറ്റു സി എൽ ഇൻറ്റു വി ഡി ഡി എന്ന് എടുക്കാൻ പറ്റും. അപ്പൊ ടോട്ടൽ സെക്കൻഡിൽ ഇത് അറ്റ് ടി സെക്കൻഡ് ആവുമ്പോൾ ഇൻറ്റു ടിയും കൂടി കൺസിഡർ ചെയ്തെടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഫൈനലി ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു ഇക്വേഷൻ ആണ് പി ഡൈനാമിക് ഇസ് ഈക്വൽ ടു എഫ് സി എൽ ഇൻറ്റു വി ഡി ഡി സ്ക്വയർ എന്ന് പറയുന്നത്. And alpha is the activity factor of the inverter. അപ്പോൾ ഫൈനലി നമുക്ക് പി ഡൈനാമിക്കും കിട്ടി, പി സ്റ്റാറ്റിക്കും കിട്ടി. അപ്പോൾ ടോട്ടൽ പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് പവർ കൺസപ്ഷൻ ആണ്. ഡൈനാമിക് പവർ കൺസപ്ഷൻ ഡിഫൈൻ അപ്പോൺ ദി ക്ലോക്ക് ഫ്രീക്വൻസി, കപ്പാസിറ്റീവ് ലോഡ്, വി ഡി ഡി. അതായത് ഈ എക്സ്പ്രഷനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. കപ്പാസിറ്റീവ് ലോഡിന്, ഫ്രീക്വൻസിനെ, വി ഡി ഡിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ സ്റ്റാറ്റിക് പവർ കൺസപ്ഷൻ ഓൺലി ഡിപ്പെൻഡിങ് ഓൺ ദ സപ്ലൈ വോൾട്ടേജ് ആൻഡ് ലീക്കേജ് കറന്റ്. വേറെ ഒന്നിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദ പവർ കൺസപ്ഷൻ ഓഫ് CMOS ഇസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് സപ്ലൈ വോൾട്ടേജ്. അപ്പോൾ നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പവർ ഡെസിപ്പേഷനും കൂടും. നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു ലോ പവർ ഡിസിപ്പേഷൻ വരുന്ന ഒരു ഡിവൈസ് ആണ് എപ്പോഴും നമുക്ക് വേണ്ടത്. സോ ഈ ടോപ്പിക്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പവർ ഡെസിപ്പേഷൻസ് ആയിരുന്നു. ഏതൊക്കെ പവർ ഡെസിപ്പേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ സ്റ്റാറ്റിക് പവർ ഡെസിപ്പേഷൻ ആണെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഗ്രാഫ് ഒന്ന് ഡിസ്കസ് ചെയ്തു. ആസ് വെൽ ആസ് നമ്മൾ അതിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് കണ്ടു. ദെൻ അതിൻ്റെ പവർ എത്രയാണെന്ന് മനസ്സിലാക്കി. ദെൻ കമ്മിങ് ടു ഡൈനാമിക്സ്, ഡൈനാമിക്കിൻ്റെ ഇതിലും അതിൻ്റെ ഡൈനാമിക് പവർ എങ്ങനെയാണ്, എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. ആസ് വെൽ ആസ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് പവർ ഡെസിപ്പേഷൻ എന്താണെന്നും ഡൈനാമിക് ഡ്യൂ ടു സ്വിച്ചിങ് ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.